പ്രിയപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ, കെമിസ്ട്രിയുടെ ഒരു മാരത്തോൺ കെമിസ്ട്രി എന്ന പേരിൽ ഏകദേശം ഒരു 150ഓളം ചോദ്യങ്ങളടങ്ങിയ ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇത് 2 ഘട്ടങ്ങളായാണ് ചെയ്യുന്നത്. ഏകദേശം 80 ചോദ്യങ്ങൾ ആദ്യഘട്ടത്തിലുള്ള ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി ഒരുപാട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം, എല്ലാ ഷെല്ലുകളിലുമുള്ള സബ്ഷെൽ ഏതാണ്? എല്ലാ ഷെല്ലിലും നമുക്കറിയാം എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ് എല്ലാ ഷെല്ലിലും ഉള്ളത്, അല്ലേ? എല്ലാ ഷെല്ലിലുമുള്ള സബ്ഷെല്ലാണ് എസ്. ഒന്നാമത്തെ ഷെല്ലിൽ 1s, രണ്ടാമത്തിൽ 2s, 3ൽ 3s, 4ൽ 4s. ഇനി ചോദ്യം 2, അലൂമിനിയത്തിലെ Al13 Alലെ പി സബ്ഷെല്ലുകളിലെ ആകെ ഇലക്ട്രോണുകൾ എത്ര? അപ്പോൾ അലൂമിനിയത്തിൻ്റെ പി സബ്ഷെല്ലിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? നമുക്കിവിടെ സബ്ഷെൽ ക്രമീകരണം എഴുതാം. 13 വരുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p1 എന്നാണ് വരുന്നത്. ഇവിടെ ആകെ ചോദിച്ചത് പി സബ്ഷെല്ലുകളിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. ഇവിടെ 2p ഉണ്ട്, 3p ഉണ്ട്. 2pയിൽ 6 ഇലക്ട്രോണും 3pയിൽ 1 ഇലക്ട്രോണും, അങ്ങനെ 7 ഇലക്ട്രോണുകളാണ് പി സബ്ഷെല്ലുകളിൽ ഉള്ളത്. ഉത്തരം 7 ഇലക്ട്രോണാണ് പി സബ്ഷെല്ലിൽ ഉള്ളത്. ചോദ്യം 3, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത്? ശ്രദ്ധിക്കുക, തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം ഇവിടെ സോഡിയമാണ്. സോഡിയമാണ് തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മറ്റും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്, Mg, അല്ലേ? ഇനി ചോദ്യം 4, C3H6 + Cl2 ഗീവ്സ് ഡാഷ്, അല്ലേ? ഇവിടെ ഇത് പ്രൊപ്പീനാണ്. പ്രൊപ്പീൻ ക്ലോറിനുമായി കൂടി ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് C3H6 Cl2, അല്ലേ? C3H6 Cl2. നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം, CH ത്രിബന്ധനം CHൻ്റെ IUPAC നാമം എഴുതുക, അല്ലേ? ഇത് ആൽക്കൈനാണ്, ത്രിബന്ധനമാണ്. ഇത് പ്ലസ് ഐൻ അഥവാ ഇഥൈൻ എന്നാണ് പേര് വരിക. ഇനി ചോദ്യം 6, ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് OH. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നും അറിയപ്പെടും. ഓക്കെ. ചോദ്യം 7, 1 മോൾ N2 വാതകത്തിൻ്റെ STPയിലെ വ്യാപ്തം എത്ര? 1 മോൾ N2 അഥവാ നൈട്രജൻ വാതകത്തിൻ്റെ STPയിലെ വ്യാപ്തം എത്ര, അല്ലേ? അതായത് STPയിലുള്ള ഏത് വാതകത്തിൻ്റെയും 1 മോൾ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 എന്നാണ്, അല്ലേ? 22.4 ലിറ്റർ ആയിരിക്കും. ചോദ്യം 8, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഏത് ബ്ലോക്കിലെ മൂലകങ്ങളാണ്? ഏത് ബ്ലോക്കിലെ മൂലകങ്ങളെയാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്? ഏതാണ്? F ബ്ലോക്കിൽ വരുന്ന ഇന്ധനങ്ങളാണ്. അവയ്ക്ക് ഉദാഹരണമാണ് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. F ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്. ഇനി ചോദ്യം 9, ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശാൻ ആയി വള കാഥോഡ് ആയാണോ ആനോഡ് ആയാണോ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുമ്പോൾ ഇരുമ്പ് വള കാഥോഡാണോ ആനോഡാണോ എടുക്കുന്നത്? ഉത്തരം കാഥോഡ്, അല്ലേ? അതായത് പൂശപ്പെടേണ്ടുന്ന ലോഹം എപ്പോഴും കാഥോഡിൽ എടുക്കണം. എന്നാൽ പൂശാൻ ഉപയോഗിക്കുന്ന, അല്ലേ, പൂശുന്ന ലോഹം എവിടെ വേണം? ആനോഡിലുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ കാഥോഡ്. ഇനി ചോദ്യം 10, ഡി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഡി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? നമുക്കറിയാം ഡി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 10 അല്ലേ? 10 ഡി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം. ബാക്കിയുള്ള നമുക്കറിയാം എസ്സിൽ 2 ഇലക്ട്രോണാണ്, പിയിൽ 6 ഇലക്ട്രോണാണ്, എഫിൽ 14 ഇലക്ട്രോണുകളും ആണെന്ന് മനസ്സിലാക്കുക.
ചോദ്യം 11. അമോണിയ വാതകത്തെ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? അമോണിയ വാതകത്തെ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കാൽഷ്യം ഓക്സൈഡ്, CaO, അഥവാ നീറ്റുകക്ക എന്നും പറയും. നീറ്റുകക്ക അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ്. ചോദ്യം 12. ZnAg സിങ്ക് സിൽവർ സെല്ലിലെ ആനോഡ് ഏത്? സിങ്കും സിൽവറും വരുമ്പോൾ ഇതിൽ ക്രിയാശീലത കൂടിയ സിങ്കാണ് ആനോഡായി പ്രവർത്തിക്കുന്നത്. ആനോഡായിട്ട് സിങ്കാണ് അല്ലേ. ഇനി 13. പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ ഏത്? പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. ഐസോപ്രീൻ എന്നാണ് മോണോമർ അറിയപ്പെടുന്നത്. ചോദ്യം 14. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ഏതാണ്? ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ഏതാ? ലീച്ചിങ് ആണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി. ഈ ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. Al2O3 2H2O എന്നാണ് അതിൻ്റെ രാസസൂത്രം. ചോദ്യം 15. CH3OCH3 ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്ത്? ഇവിടുത്തെ ഫങ്ഷൻ ഗ്രൂപ്പ് O എന്ന ഫങ്ഷൻ ഗ്രൂപ്പാണ്. ഇത് ഈഥർ അല്ലെങ്കിൽ ആൽക്കോക്സി ഗ്രൂപ്പ് എന്നും അറിയപ്പെടും അല്ലേ. ഇനി ചോദ്യം 16. 5 മുതൽ 8% വീര്യമുള്ള എഥനോയിക് ആസിഡ് ഡാഷ് എന്നറിയപ്പെടുന്നു. 5 മുതൽ 8% വീര്യമുള്ള എഥനോയിക് ആസിഡ് അറിയപ്പെടുന്നത് വിനാഗിരി എന്നാണ് അറിയപ്പെടുക. വിനാഗിരി അല്ലേ. ചോദ്യം 17. SO2, HCl, SO2 സൾഫർ ഡയോക്സൈഡ്, HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഇവയുടെ നിർമ്മാണത്തിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏത് ഗുണമാണ് പ്രയോജനപ്പെടുത്തുന്നത്? സൾഫ്യൂരിക് ആസിഡിൻ്റെ ശോഷകാരക ഗുണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ശോഷകാരക ഗുണം അല്ലേ. പദാർത്ഥങ്ങളിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്ന അല്ലേ പദാർത്ഥങ്ങളെയാണ് പൊതുവെ ശോഷകാരകങ്ങളെന്ന് വിളിക്കാം. അപ്പോൾ ശോഷകാരക ഗുണമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ചോദ്യം 18. MnO2-വിൽ Mnൻ്റെ ഓക്സീകരണാവസ്ഥ എത്ര? MnO2-വിൽ Mnൻ്റെ ഓക്സീകരണാവസ്ഥ. ഇവിടെ നമുക്കൊരു സൂചനയുണ്ട്. ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ -2 എന്നാണ് അല്ലേ. നമുക്കറിയാം ഓക്സിജനാവസ്ഥ കണ്ടുപിടിക്കുമ്പോൾ ഒരു തന്മാത്രയിലെ ആകെ ഓക്സീകരണാവസ്ഥയുടെ തുക 0 ലഭിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഓക്സിജൻ്റെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ Mൻ്റെ കിട്ടും അല്ലേ. ഇവിടെ ഓക്സിജൻ്റെ എന്താ വരുന്നത്? -2 അല്ലേ. -2 ആണ് ഒരു ഓക്സിജൻ. MnO2-ൽ 2 ഓക്സിജൻ ഉണ്ട്. -2 × 2 എത്ര ടോട്ടൽ? ആകെ -4 ഉണ്ട്. ഇനി ഈ ആകെ 2 മൂലകങ്ങളാണുള്ളത് അല്ലേ. -4നോട് ഓക്സിജൻ്റെ ഓക്സിജനാവസ്ഥ ആകെ ഇവിടെ -4 ഇനി നമുക്കത് 0 കിട്ടണം. -4നോട് +4 കൂട്ടുമ്പോഴാണ് 0 വരുന്നത്. അതായത് Mnൻ്റെ ഓക്സിജനാവസ്ഥ +4 എന്നാണ് മനസ്സിലാക്കുക. ഇനി ചോദ്യം 20. ചോദ്യം 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ആറ്റത്തിൽ സാധ്യമല്ലാത്ത സബ്ഷെൽ ഏതാണ്? സാധ്യമല്ലാത്ത സബ്ഷെൽ ഏതാണ്? ഇവിടെ 1s ഉണ്ട്, 2p ഉണ്ട്, 4d ഉണ്ട്, 3f ഉണ്ട് അല്ലേ. ഏതാണ്? 3f അല്ലേ. മൂന്നാമത്തെ ഷെല്ലിൽ 3s, 3p, 3d ഈ 3 സബ്ഷെല്ലുകളേ ഉള്ളൂ. 3f ആണ് ഇതിലെ തെറ്റ് അല്ലേ. തെറ്റ് ഇവിടെ വരുന്നത് 3f ആണ് എന്ന് മനസ്സിലാക്കുക. 3f മൂന്നാമത്തെ ഷെല്ലിൽ ഇല്ല. ഓക്കെ. ഇനി ചോദ്യം 20. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന നിയമം ഏത്? ഏതൊക്കെയാണ്? താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം അല്ലേ കാണിക്കുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം അല്ലേ. നമുക്കറിയാം ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ്. ചാൾസ് നിയമം എന്ന് പറയുമ്പോൾ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ അവഗാഡ്രോ നിയമം വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണെന്ന് മനസ്സിലാക്കുക. ചോദ്യം 21.
ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ അടങ്ങിയിരിക്കുന്ന കാന്തിക അപദ്രവ്യത്തിൻ്റെ പേര്. ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ അടങ്ങിയിരിക്കുന്ന കാന്തിക അപദ്രവ്യത്തിൻ്റെ പേരാണ് അയൺ ടെങ്സ്റ്റേറ്റ്. എന്താണ്? അയൺ ടെങ്സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ചോദ്യം 22. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യാത്ത ലോഹമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യാത്ത ലോഹം. ഇവിടെ സോഡിയം, ഇരുമ്പ്, ചെമ്പ്, മഗ്നീഷ്യം അല്ലേ? നമുക്കറിയാം ചെമ്പാണ് ഉത്തരം, അഥവാ കോപ്പർ. ബാക്കിയുള്ളതൊക്കെ സോഡിയം, ഇരുമ്പ്, മഗ്നീഷ്യമൊക്കെ ക്രിയാശീലത കൂടിയ ലോഹങ്ങളാണ് അല്ലേ? ക്രിയാശീല ശ്രേണിയിൽ അവ ഹൈഡ്രജന് മുകളിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? ഹൈഡ്രജന് താഴെ വരുന്നത് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ആദ്യം ചെയ്യാത്ത ലോഹങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ ചെമ്പ്. ഇനി ചോദ്യം 23. ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്ന അലോഹ സംയുക്തം. ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്ന അലോഹ സംയുക്തമാണ് അമോണിയ. ഉത്തരം അമോണിയ. ചോദ്യം 24. പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് PVC. പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് PVC. ഇതിൻ്റെ മോണോമറിൻ്റെ പേര്, PVCയിലെ മോണോമറാണ് വിനൈൽ ക്ലോറൈഡ് അല്ലേ? വിനൈൽ ക്ലോറൈഡ്. PVCയുടെ പൂർണ്ണരൂപം പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ്. ഇവിടുത്തെ മോണോമർ വിനൈൽ ക്ലോറൈഡ്. ചോദ്യം 25. പെട്രോളിയത്തിൻ്റെ സംസ്കരണ പ്രക്രിയയിൽ ഉൽപ്പന്നങ്ങളായി ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? പെട്രോളിയത്തിൻ്റെ സംസ്കരണ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഉത്തരം എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. അലൂമിനിയം ലോഹത്തിൻ്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയുടെ പേരെന്ത്? അലൂമിനിയം ലോഹത്തിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൻ്റെ പേര് ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഇനി ചോദ്യം 27. കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണം ഏത് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്? കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണം ഏത് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്? വൈദ്യുത ലേപനം അല്ലേ? വൈദ്യുത ലേപനത്തെ അടിസ്ഥാനമാക്കിയാണ് ശുദ്ധീകരണം നടത്തുന്നത്. ഇനി 28. 3s, 4s ഇവയിൽ ഊർജം കൂടിയ സബ്ഷെൽ ഏതാണ്? 3s, 4s ഇവയിൽ ഊർജം കൂടിയ സബ്ഷെല്ല് ഏതാണ്? 4sനാണ് ഊർജം കൂടുതൽ അല്ലേ? ഇനി അടുത്ത ചോദ്യം. സ്ഥിര താപനിലയിലുള്ള ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന വാതക നിയമം അല്ലേ? വ്യാപ്തം വോളിയം V, മർദ്ദം പ്രഷർ P. അപ്പോൾ PV തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത് ബോയിൽ നിയമമാണെന്ന് മനസ്സിലാക്കുക. ചോദ്യം അടുത്ത 30ാമത്തെ ചോദ്യം. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്താണ്? ആൽക്കീനുകളുടെ പൊതുവാക്യം ദ്വിബന്ധനമുള്ള സംയുക്തമാണ് ആൽക്കീൻ. CnH2n. CnH2n അല്ലേ? കാർബണിൻ്റെ ഇരട്ടിയാണ് ആൽക്കീനിൽ വരിക. ഇനി ഏകബന്ധനമുള്ള ആൽക്കൈൻ ആണെങ്കിലോ CnH2n+2 അല്ലേ? കാർബണിൻ്റെ ഇരട്ടിയോട് 2 കൂട്ടിയതാണ് ഹൈഡ്രജൻ്റെ എണ്ണം. എക്സാമ്പിളാണ് C4H10. അതുപോലെ ആൽക്കൈൻ ത്രിബന്ധനമുള്ളത് അതിൻ്റെ പൊതുവാക്യം എന്താ? CnH2n-2 കാർബണിൻ്റെ ഇരട്ടിയോട് 2 മൈനസ് ചെയ്തത് അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പോൾ നമുക്കിവിടെ ആൽക്കീനുകളുടെ പൊതുവാക്യമാണ് ദ്വിബന്ധനമുള്ള CnH2n എന്നാണ് ആൻസർ. ചോദ്യം 31. 6.022 × 10⁻23 എന്ന സംഖ്യയെ വിളിക്കുന്ന പേരുണ്ട്. ഈ സംഖ്യ അറിയപ്പെടുന്നത് അവഗാഡ്രോ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. അവഗാഡ്രോ സംഖ്യ അല്ലേ? ഈ സംഖ്യയാണ്. ഇത് ഒരു മോൾ അല്ലേ? ഒരു മോളിലുള്ള എണ്ണം അല്ലേ? ഒരു മോളിലുള്ള എണ്ണമാണ് ഈ അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നത്. ഇനി ചോദ്യം 32. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ പേര്? സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ പേരാണ് സമ്പർക്ക പ്രക്രിയ. ഉത്തരം സമ്പർക്ക പ്രക്രിയ. ചോദ്യം 34. STPയിൽ ഏതൊരു മോൾ വാതകത്തിൻ്റെയും വ്യാപ്തത്തെ വിളിക്കുന്ന പേര്? ഉത്തരം മോളാർ വ്യാപ്തം. STPയിലുള്ള
ഏതൊരു മോൾ വാതകത്തിൻ്റെയും വ്യാപ്തമാണ് മോളാർ വ്യാപ്തം. ഇത് 22.4 ലിറ്റർ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, STPയിൽ 44.8 ലിറ്റർ ഒരു വാതകത്തിലുള്ള മോൾ എണ്ണം എത്ര? അപ്പോൾ STPയിൽ 44.8 ലിറ്ററാണ് ഒരു വാതകം, അതിലുള്ള മോൾ എണ്ണം എത്ര? ആൻസർ 2 വരിക അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന വ്യാപ്തത്തെ 1 മോൾ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. 44.8 1 മോൾ വ്യാപ്തം എത്രയാണ്? 22.4. ആൻസർ 2. ഇനി ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. STPയിലുള്ള 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ആണ്. STPയിലുള്ള 2 മോൾ 44.8 ആണ്. STPയിലുള്ള 3 മോൾ 67.2 ആണ്. STPയിലുള്ള 4 മോൾ 89.6 ആണ്. അതുപോലെ 5 മോൾ 112 ലിറ്ററും ആയിരിക്കും കേട്ടോ. അപ്പോൾ STPയിലുള്ള 1, 2, 3, 4, 5 അല്ലേ എന്നീ മോളുകളുടെ മോളിലുള്ള വ്യാപ്തം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ചോദ്യം 36. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏത്? അല്ലേ, നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. കാഥോഡ്. അങ്ങനെയാണെങ്കിൽ ഓക്സീകരണം സംഭവിക്കുന്നതോ ആനോഡും ആയിരിക്കും. ഇനി ചോദ്യം 37. പി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളും. പിയിൽ 6, എസിൽ 2, ഡിയിൽ 10, എഫിൽ 14 അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ. ചോദ്യം 38. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോയിൽ നിയമത്തിൻ്റെ ഗണിത രൂപം ഏതാണ്? ബോയിൽ നിയമത്തിൻ്റെ ഗണിത രൂപമാണ് PV സമം ഒരു സ്ഥിരസംഖ്യ. PV സമം ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ V/T ചാൾസാണ്. V/N ഏതാണ്? അവഗാഡ്രോ സംഖ്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി 39. തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ഏതിനാണ് ക്രിയാശീലത കുറവുള്ളത്? സോഡിയം, സിങ്ക്, സിൽവർ അല്ലേ. സോഡിയം, സിങ്ക്, സിൽവർ വന്നു കഴിഞ്ഞാൽ സിൽവറിനാണ് ക്രിയാശീലത കുറവ്. സോഡിയം, സിങ്കൊക്കെ സിൽവറിൻ്റെ എത്രയോ മുകളിലാണ് വരുന്നത് അല്ലേ. ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്തോറും ക്രിയാശീലത കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ സിൽവർ, AG. ചോദ്യം 40. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. Zn സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ചോദ്യം 41. അമോണിയയുടെ സാന്ദ്രത വായുവിനേക്കാൾ കുറവാണ്. അമോണിയക്ക് വായുവിനേക്കാളും സാന്ദ്രത കുറവായിരിക്കും. ഇനി 42ാമത്തെ ചോദ്യം. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ, പാചകപാത്രങ്ങളുടെ ഉൾഭാഗം ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏത്? നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ഉൾഭാഗം ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ്? ഉത്തരം ടെഫ്ലോൺ. 43ാമത്തെ ചോദ്യം. ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ലാന്തനോയിഡ്, ആക്റ്റിനോയിഡ് F ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഇവയുടെ സ്ഥാനം പീരിയോഡിക് ടേബിളിന് താഴെ 2 പീരീഡുകളിലായാണെന്നും മനസ്സിലാക്കുക. ഇനി 44ാമത്തെ ചോദ്യം. മദ്യപാനത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ എഥനോളിൽ മെത്തനോൾ ചേർത്താൽ ലഭിക്കുന്ന ഉൽപ്പന്നമേത്? മദ്യപാനത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ എഥനോളിൽ മെത്തനോൾ ചേർത്താൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഉത്തരമാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് അല്ലേ. അപ്പോൾ എഥനോളിൽ മെത്തനോൾ ചേർത്താൽ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഇനി 45. ഇരുമ്പ് വളയിൽ സ്വർണം പൂശുന്ന വൈദ്യുത ലേപന പ്രവർത്തനത്തിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്ന ലായനി ഏത്? ഇരുമ്പ് വളയിൽ സ്വർണം പൂശുന്ന വൈദ്യുത ലേപന പ്രവർത്തനത്തിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്ന ലായനിയാണ് സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് അല്ലേ. സോഡിയം സയനൈഡിൻ്റെയും ഗോൾഡ് സയനൈഡിൻ്റെയും മിശ്രിതം. ഇനി അടുത്ത ചോദ്യം 46. NH3 അമോണിയ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയുടെ പേര്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയുടെ പേര് എന്ത്? ഉത്തരം ഹേബർ പ്രക്രിയ.
അല്ലേ, ഹേബർ പ്രക്രിയ എന്നാണ് അറിയപ്പെടുക. 47ാമത്തെ ചോദ്യം, O2- അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. O2- ഓക്സിജൻ അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നോക്കുക, ഈ 2- എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇലക്ട്രോൺ നേടിയതാണ്, 2 അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ശരിക്ക് O8 എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, O8 എന്ന് പറയുമ്പോൾ 1s2 2s2 2p4 എന്നാണ് വരിക കേട്ടോ. 1s2 2s2 2p4. അവിടെ O2- വരുമ്പോൾ എങ്ങനെ വരുന്നത്, 2 കൂട്ടി എഴുതണം. ഓക്കെ, 2p6 വരും. ഇതെല്ലാം 1s2 2s2 2p6 എന്ന് വരണം. 2p6. ഓക്കെ, 1s2 2s2 2p6 എന്നാണ്. ശ്രദ്ധിക്കുക, 2p6 മൈനസ് വരുമ്പോൾ ഇങ്ങോട്ട് കിട്ടിയതാണ് അല്ലേ, ഇലക്ട്രോണിനെ സ്വീകരിച്ചതാണ് അല്ലേ. അപ്പോൾ ആകെ 8 ഇലക്ട്രോൺ ഉണ്ടാവും ഓക്സിജനിൽ. ഇവിടെ വരുമ്പോൾ -2- ആകുമ്പോൾ 10 ഇലക്ട്രോൺ ആയിട്ടുണ്ടാവും. എങ്ങനെ നമ്മൾ എഴുതുക, 1s2 2s2 2p6. ഓക്കെ, ഇനി 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അടുത്തത്. 48ാമത്തെ ചോദ്യം, സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ് സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ് സമ്പർക്ക പ്രക്രിയ. ഇതിലെ ചോദ്യം എ, ഇവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഇവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഉത്തരം V2O5, വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് ഉത്തരം. ചോദ്യം ബി, SO3 സൾഫ്യൂരിക് ആസിഡ് ലയിച്ചുണ്ടാകുന്ന പദാർത്ഥത്തിൻ്റെ രാസനാമവും രാസസൂത്രവും എഴുതുക. SO3 സൾഫ്യൂരിക് ആസിഡ് ലയിച്ചുണ്ടാകുന്ന പദാർത്ഥത്തിൻ്റെ രാസനാമവും രാസസൂത്രം എഴുതുക. ഉത്തരം ഒലിയം. രാസനാമം ഒലിയമാണ്. അതിന് രാസസൂത്രമാണ് H2S2O7 അല്ലേ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിലെ ഒരു ഘട്ടമാണ് SO3യിൽ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ഒലിയം നിർമ്മിക്കുന്നത്. ഇനി ചോദ്യം 49, ചില ലോഹങ്ങളും സിങ്ക് സൾഫേറ്റ് ലായനിയും തന്നിരിക്കുന്നു. ഒന്നാമത്തേതിൽ ZnSO4 ലായനിയിൽ Ag ദണ്ട്. രണ്ടാമത്തത് ZnSO4 ലായനിയിൽ മഗ്നീഷ്യം ദണ്ട്. മൂന്നാമത്തേതിൽ ZnSO4 ലായനിയിൽ കോപ്പർ ദണ്ടും മുക്കി വച്ചിരിക്കുന്നു. ഇനി ചോദ്യം എ, ഏത് ബീക്കറിലാണ് പ്രവർത്തനം നടക്കുക അല്ലേ. ഇത് ആദേശ രാസപ്രവർത്തനമാണ്. അപ്പോൾ എവിടെയാണ് പ്രവർത്തനം നടക്കുന്നത്, കാരണമെന്ന് 2 ചോദ്യങ്ങളുണ്ട്. ഇവിടെ ആദ്യത്തേതിൽ Ag സിങ്ക് സൾഫേറ്റ് അല്ലേ, സിങ്കിനേക്കാളും ക്രിയാശീലത കുറഞ്ഞതാണ് Ag, അതുകൊണ്ട് രാസപ്രവർത്തനം നടക്കുന്നില്ല. രണ്ടാമത്തത് സിങ്ക് മഗ്നീഷ്യം. നമുക്കറിയാം സിങ്കിനേക്കാളും ക്രിയാശീലത എത്രയോ കൂടിയതാണ് മഗ്നീഷ്യം, അതിനാൽ ഇവിടെ പ്രവർത്തനം നടക്കും അല്ലേ. ഇനി മൂന്നാമത്തേതിൽ സിങ്ക് സൾഫേറ്റിൽ കോപ്പറാണ്, സിങ്കിനേക്കാളും ക്രിയാശീലത കുറവാണ് കോപ്പറിന്, അപ്പോൾ ഇവിടെ രാസപ്രവർത്തനം നടക്കില്ല. ആൻസർ 2 അല്ലേ. സിങ്ക് സൾഫേറ്റിൽ മഗ്നീഷ്യം മുങ്ങി നിൽക്കുന്നതിലാണ് രാസപ്രവർത്തനം നടക്കുന്നത്. ചോദ്യം ബി, നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. ഇതാണ് സമവാക്യം. Mg + ZnSO4 gives MgSO4 + Zn. ഇനി അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യമാണ്. N2 + 3H2 gives 2NH3 + താപം അല്ലേ. നൈട്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ്. ഇതൊരു ഉഭയദിശാ പ്രവർത്തനമാണ്. ഇനി ഹേബർ പ്രക്രിയ വഴി അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ് നൽകിയിരിക്കുന്നത്. സന്തുലനാവസ്ഥയിലുള്ള ഈ വ്യൂഹത്തിൽ കൂടുതൽ അമോണിയ ലഭിക്കാൻ, അപ്പോൾ ഇവിടെ അമോണിയൻ്റെ അളവ് കൂടുതൽ ലഭിക്കാൻ അല്ലേ, N2, NH3 ഇവയുടെ ഗാഢതയിൽ എന്ത് മാറ്റം വരുത്തണം? N2, NH3 അല്ലേ. അപ്പോൾ ഈ അമോണിയൻ്റെ അളവ് കൂടുതൽ ലഭിക്കാൻ എന്ത് ചെയ്യണം? ഈ അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിപ്പിക്കുക. N2ൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അമോണിയ കൂടുതലുണ്ടാകാൻ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഗാഢത, അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിപ്പിക്കുക, N2ൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ചോദ്യം ബി,
ഈ പ്രവർത്തനത്തിൻ്റെ താപനില എത്രയായി ക്രമീകരിക്കണം? കാരണമെന്ത്? ഇവിടുത്തെ താപനില 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. 450 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? എന്താ കാരണം? ഈ ഇവിടുത്തെ രാസപ്രവർത്തനം അല്ലേ, പുരോപ്രവർത്തനം താപമോചകമാണ് അല്ലേ? അപ്പോൾ രാസപ്രവർത്തന ഫലമായി താപമുണ്ടാകുന്നു. വലിയൊരു അളവ് താപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അമോണിയൻ്റെ അളവ് കുറക്കാൻ, അതായത് പശ്ചാത്തപ്രവർത്തന വേഗത കൂട്ടാൻ കാരണമാകും. ഇനി ചോദ്യം 51. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം പഞ്ചസാരയെടുത്ത് അതിലേക്ക് ഏതാനും തുള്ളി ഗാഢ H2SO4 ചേർക്കുക. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം പഞ്ചസാരയെടുത്ത് അതിലേക്ക് ഏതാനും തുള്ളി ഗാഢ H2SO4 ചേർക്കുക. ചോദ്യം എ. ഉണ്ടാകുന്ന മാറ്റം എന്ത്? ഇവിടെ പഞ്ചസാര എന്ത് ചെയ്യും? അത് കരിയാകുന്നു, പഞ്ചസാര കറുത്തു പോകുന്നു അല്ലേ? എന്താണ് കാരണം? പഞ്ചസാരയിലുള്ള കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവയിൽ നിന്ന് ഹൈഡ്രജനെയും ഓക്സിജനെയും ജല അനുപാതത്തിൽ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കുന്നു അല്ലേ? ആഗിരണം ചെയ്യുന്നു, അതാണ് കാരണം. ഇനി ചോദ്യം ബി. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏത് ഗുണമാണ് ഇവിടെ കാണിക്കുന്നത്? നിർജ്ജലീകരണ ഗുണം. ഉത്തരം നിർജ്ജലീകരണ ഗുണം. എന്താണ് നിർജ്ജലീകരണ ഗുണം? പദാർത്ഥങ്ങളിൽ രാസപരമായി അടങ്ങിയിരിക്കുന്ന ജലം വലിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് നിർജ്ജലീകരണം എന്ന് പറയും. ഇനി ചോദ്യം 52. ജലത്തിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്. ജലത്തിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്. ചോദ്യം എ. 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണം എത്ര? 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണം. അപ്പോൾ നമുക്കറിയാം, മോളുകളുടെ എണ്ണം കാണാനുള്ള സമവാക്യമാണ് തന്നിരിക്കുന്ന ഗ്രാമിലുള്ള മാസ് ബൈ ആ പദാർത്ഥത്തിൻ്റെ മോളിക്കുലർ മാസ്. നമുക്കിവിടെ 180 ഗ്രാം ജലമാണ് തന്നത്. ഒരു മോളിൻ്റെ മാസ് 18 ആണ് അല്ലേ? മോളിക്കുലർ മാസ് 18 ആണ്. 180/18 = 10 അല്ലേ? 10 മോളുകളാണ് ഉണ്ടായിരിക്കുക. ഇനി ചോദ്യം ബി. ഇതിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എത്ര? എത്രയാണ് തന്മാത്രകളുടെ എണ്ണം വരിക? മോളിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. 10 ഗുണിക്കണം 6.022 × 10⁻23 എന്നാണ് തന്മാത്രകളുടെ എണ്ണം വരുന്നത്. ഇനി 53ാമത്തെ ചോദ്യം. N2 + 3H2 gives 2NH3 + ഹീറ്റ്. ഈ ഉപദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കാനുള്ള 2 മാർഗങ്ങൾ എഴുതുക അല്ലേ? പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പുരോപ്രവർത്തനം അല്ലേ? അപ്പോൾ ഇതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഒന്ന് അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിപ്പിക്കുക, നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും അളവ് കൂട്ടുക അല്ലെങ്കിൽ ഗാഢത വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് താപനില കുറക്കുക അല്ലേ? താപനില കുറക്കുക. കാരണം പുരോപ്രവർത്തനം താപമോചകമാണ്, അതുകൊണ്ട് താപനില കുറക്കുക. ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം, മർദ്ദം വർദ്ധിപ്പിക്കുക. അഭികാരകങ്ങളുടെ മർദ്ദം വർദ്ധിപ്പിച്ചാലും ഉൽപ്പന്നത്തിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ കഴിയും അല്ലേ? ഇനി ചോദ്യം 54. OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളാണ് ആൽക്കഹോൾ. നമുക്കറിയാം, OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളാണ് ആൽക്കഹോളുകൾ. ചോദ്യം എ. ബീവറേജുകളിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? ബീവറേജുകൾ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എഥനോൾ. ബി. വ്യാവസായികമായി മെഥനോൾ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. വ്യാവസായികമായി മെഥനോൾ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ് CO+2H2 gives CH3OH. അതായത് കാർബൺ മോണോക്സൈഡ്. CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായി ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചാണ് മെഥനോൾ നിർമ്മിക്കുന്നത്. കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് മെഥനോൾ നിർമ്മിക്കുന്നത്. ഇനി 55ാമത്തെ ചോദ്യം. ചില അയിരുകളാണ് ഹേമറ്റൈറ്റ് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4, കോപ്പർ പൈറൈറ്റ്സ് CuFeS2 എന്നിവ അല്ലേ? അപ്പോൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കോപ്പർ പൈറൈറ്റ്സ് ഇവ ചില അയിരുകളാണ്. ചോദ്യം എ. ഇവയിൽ
പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രീകരിക്കുന്ന അയിര് അത് പ്ലവന പ്രക്രിയയിലൂടെ സാന്ദ്രീകരിക്കുന്ന അയിരാണ് കോപ്പർ പൈറൈറ്റ്സ്. നമുക്കറിയാം സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. ഇവിടെ കോപ്പർ പൈറൈറ്റ്സ്. ചോദ്യം ബി, ഏത് അയിരിനെയാണ് കാന്തിക വിഭജനത്തിലൂടെ സാന്ദ്രണം ചെയ്യുന്നത്? ഉത്തരം മാഗ്നറ്റൈറ്റ് അല്ലേ. തന്നിരിക്കുന്നതിൽ മാഗ്നറ്റൈറ്റിനെയാണ് കാന്തിക വിഭജനത്തിലൂടെ സാധനം ചെയ്യുന്നത്. നമുക്കറിയാം കാന്തിക സ്വഭാവമുള്ള അയിരിനെയോ അല്ലെങ്കിൽ അപദ്രവ്യങ്ങളെയോ വേർതിരിക്കാനുള്ള മാർഗമാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത്. ഇനി ചോദ്യം 56, അമോണിയ വാതകം നിറച്ച ഗ്യാസ് ജാറിനുള്ളിലേക്ക് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കിയ ഗ്ലാസ് റോഡ് കാണിക്കുന്നു. അമോണിയ വാതകം നിറച്ച ഗ്യാസ് ജാറിനുള്ളിലേക്ക് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കിയ ഗ്ലാസ് റോഡ് കാണിക്കുന്നു. ചോദ്യം എ, നിരീക്ഷണം എഴുതുക. ഉത്തരം വെളുത്ത പുക ഉണ്ടാകുന്നു, വെളുത്ത പുക. ചോദ്യം ബി, NH3+HCl ഗീവ്സ്. ഉത്തരം NH4Cl അഥവാ അമോണിയം ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം 57ാമത്തെ ചോദ്യമാണ്. എ, അലൂമിനിയത്തിൻ്റെ വൈദ്യുതവിശ്ലേഷണത്തിൽ അലൂമിനിയോടൊപ്പം ചേർത്ത് കൊടുക്കുന്ന സംയുക്തം ഏത്? അലൂമിനിയത്തിൻ്റെ വൈദ്യുതവിശ്ലേഷണത്തിൽ അലൂമിനിയോടൊപ്പം ചേർത്ത് കൊടുക്കുന്ന സംയുക്തം ഏത്? ഉത്തരം ക്രയോലൈറ്റ്. ചോദ്യം ബി, ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? എന്തിനു വേണ്ടിയാണ് ഈ അലൂമിനിയത്തിൻ്റെ വൈദ്യുതവിശ്ലേഷണത്തിൽ അലൂമിനിയോടൊപ്പം ക്രയോലൈറ്റ് ചേർക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം അലൂമിനിയുടെ ദ്രവണാംഗം കുറയ്ക്കാനും അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രത കൂട്ടാനും വേണ്ടി ആണ് ചെയ്യുന്നത്. ഉത്തരം ദ്രവണാംഗം കുറയ്ക്കാനും, അലൂമിനിയുടെ ദ്രവണാംഗം കുറയ്ക്കാനും അതുപോലെ മറ്റൊന്ന് വൈദ്യുത പ്രവാഹ തീവ്രത കൂട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചോദ്യം 58, സിങ്ക് കോപ്പർ ZnCu ഗാൽവനിക് സെല്ലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സിങ്കും കോപ്പറുമാണ് ഗാൽവനിക് സെല്ലിലുള്ള ഇലക്ട്രോഡുകൾ അല്ലേ. ഇവിടെ ആനോഡ് ഏത് ലോഹമാണ്? നമുക്കറിയാം സിങ്കും കോപ്പറും വന്നാൽ സിങ്കിനാണ് ക്രിയാശീലത കൂടുതൽ, കോപ്പറിന് കുറവാണ്. സിങ്ക് ആയിരിക്കും ആനോഡ്. ചോദ്യം ബി, ആനോഡിലെ രാസപ്രവർത്തന സമവാക്യം. ആനോഡിൽ നടക്കുന്നത് ഓക്സീകരണ പ്രവർത്തനമാണ്. എങ്ങനെയാണ് വരിക? Zn gives Zn2++2e-. സിങ്ക് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി Zn2+ അയോണായി മാറുന്നു. ചോദ്യം 59, ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് നന്നായി ഇളക്കുന്നു. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് നന്നായി ഇളക്കുന്നു. ചോദ്യം എ, ഉണ്ടായ വാതകം ഏത്? വാതകം അമോണിയ NH3. ഇതിൻ്റെ രാസസ്വഭാവം എന്ത്? ഇത് ബേസിക് സ്വഭാവമാണ്. അമോണിയക്ക് ബേസിക് സ്വഭാവമാണ് ഉള്ളത്. 60ാമത്തെ ചോദ്യം എ, കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പദാർത്ഥത്തിൻ്റെ പേര്. ഏതൊക്കെയാണ്? കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ആസിഡും ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പദാർത്ഥമാണ് ഉത്തരം എസ്റ്റർ എന്ന് പറയുന്ന പദാർത്ഥമാണ് ഉണ്ടാകുന്നത്. ഇനി ചോദ്യം ബി, ഇതിൻ്റെ ഒരു പ്രത്യേകത എഴുതുക. എന്താണ് എസ്റ്ററിൻ്റെ പ്രത്യേകത? എസ്റ്ററിൻ്റെ പ്രത്യേകത ഇവക്ക് പൂക്കളുടെയും പഴങ്ങളുടെയും ഗന്ധമാണ് ഉള്ളത്. ചോദ്യം 61, ഒരു ബലൂൺ ഊതുമ്പോൾ വീർത്തു വരുന്നത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ബലൂൺ ഊതുമ്പോൾ വീർത്തു വരുന്നത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെടുത്താം? ഉത്തരം അവഗാഡ്രോ നിയമം അല്ലേ. അവഗാഡ്രോ നിയമം. ചോദ്യം ബി, ഈ നിയമം പ്രസ്താവിക്കുക. എന്താണ് അവഗാഡ്രോ നിയമം? മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ ആനുപാതികമായിരിക്കും. എന്നോട് പറയാം, മർദ്ദം അതുപോലെ താപനില എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് ആനുപാതികമാണ്. V അനുപാതം N എന്ന് പറയുന്നത്
തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ്. വി എന്ന് പറഞ്ഞാൽ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, അല്ലേ? അപ്പോൾ ഇത് നേരനുപാതമാണ്. തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടും, തന്മാത്രകളുടെ എണ്ണം കുറയുമ്പോൾ വ്യാപ്തം കുറയും. ചോദ്യം 62. അറ്റോമിക് നമ്പർ 12 ഉള്ള ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2 കുട്ടികൾ എഴുതിയത്. അറ്റോമിക് നമ്പർ 12 ആണ്. എ 1s2 2s2 2p6 3s2. ബി 1s2 2s2 2p6 2d2. ഇതിൽ ശരിയായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏതാണ്? നമുക്കറിയാം ഉത്തരം എ ആണ് ശരി. എന്തുകൊണ്ടാണ്? 2p കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ പോകുന്നത് 3sലേക്കാണ്, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ 2 ഉപഷെല്ലേ ഉള്ളൂ, 2s 2p, അല്ലേ? 2p കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ 3sലേക്കാണ് പോവുക. 2d എന്ന സബ് ഷെല്ലിൽ എവിടെ ഇല്ല? രണ്ടാമത്തെ ഷെല്ലിൽ ഇല്ല. അപ്പോൾ ആദ്യത്തെ എ ആണ് ശരി. ഇനി ചോദ്യം 63, 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒരു വാതക നിയമവുമായി ബന്ധപ്പെട്ട പട്ടിക നൽകിയിരിക്കുന്നു. ചോദ്യം എ, ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ട പട്ടികയാണത്? നമുക്കറിയാം ഇവിടെ പിയും വിയുമാണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ അഥവാ മർദ്ദം, വി വോളിയം അഥവാ വ്യാപ്തം, അല്ലേ? പി വി സ്ഥിരസംഖ്യയാണ്. നമുക്കറിയാം പിയും വിയും മർദ്ദവും വ്യാപ്തവും വരുന്നത് ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ്. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ആൻസർ ബോയിൽ നിയമം. ഇനി ചോദ്യം ബി, ഈ നിയമത്തിൻ്റെ ഗണിത രൂപം എഴുതുക. ഗണിത രൂപം ഇങ്ങനെയൊക്കെ പറയാം. പി വി സമം ഒരു സ്ഥിരസംഖ്യ, അല്ലേ? പി വി സമം ഒരു സ്ഥിരസംഖ്യ, അല്ലെങ്കിൽ വി അനുപാതം 1/p, അല്ലേ? ഇനി സി, താപനിലയും വ്യാപ്തവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാതക നിയമം ഏത്? താപനിലയും വ്യാപ്തവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം, അല്ലേ? ഇനി 64-ാമത്തെ ചോദ്യം, ഒരു ഗാൽവനിക് സെല്ലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ സിങ്ക് കോപ്പറാണ് ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ കോപ്പർ സിങ്ക് എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഗാൽവനിക് സെല്ലാണ് ചിത്രത്തിലുള്ളത്. ചോദ്യം എ, ഇതിലെ കാഥോഡ് ആനോഡ് ഏത്? ഇവിടെ കാഥോഡായി പ്രവർത്തിക്കുന്നത് കോപ്പറാണ്, ക്രിയാശീലത കുറഞ്ഞ കോപ്പറാണ്. അപ്പോൾ സിങ്കും കോപ്പറും വന്നു കഴിഞ്ഞാൽ കോപ്പർ കാഥോഡ്, സിങ്ക് ആനോഡ്, അല്ലേ? ആനോഡ് സിങ്ക്. ഇനി ചോദ്യം ബി, കാഥോഡിൽ നടക്കുന്ന പ്രവർത്തന സമവാക്യം. കാഥോഡിൽ നിരോക്സീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. കാഥോഡിലേക്ക് ആരാണ്? കാഥോഡിലുള്ളത് കോപ്പറാണ്, അല്ലേ? അപ്പോൾ കോപ്പർ Cu2+, Cu2++ 2e- gives Cu. കോപ്പർ അയോൺ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ ആയി മാറുന്നു. ഇനി ഇവിടുത്തെ ഓക്സീകരണം അല്ലെങ്കിൽ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്തായിരിക്കും? സിങ്കാണല്ലോ. അപ്പോൾ Zn gives Zn2+ + 2e- എന്നാണ് വരിക ആനോഡിൽ. നമുക്ക് ചോദിച്ചിട്ടില്ല, പറഞ്ഞു എന്ന് മാത്രം. ഇനി ചോദ്യം സി, സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹ ദിശ, അല്ലേ? ഇവിടെ ക്രിയാശീലത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് പോവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാണിക്കുക. Zn gives Cu, അല്ലേ? ഇലക്ട്രോണിൻ്റെ ചിഹ്നം, അല്ലേ? മൈനസ് മേലെ കൊടുത്ത് കാണിക്കുക. ഇനി 65-ാമത്തെ ചോദ്യം, ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം തന്നിരിക്കുന്നു. ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം ഇതാണ്: CH3 CH2 CH CH2 CH2 CH2, ഇവിടെ CH3 ഉണ്ട്, താഴോട്ടുണ്ട് CH2 CH2 CH3. ഇനി ഇവിടുത്തെ ആദ്യ ചോദ്യം, ഇതിലെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ നമ്മൾ പെട്ടെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ആദ്യം നമ്മൾ ഏറ്റവും, അല്ലേ, നീളം കൂടിയ ചെയിൻ ഏതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചെയിൻ എങ്ങനെ ഉണ്ടാക്കാം? ഇവിടുന്ന് താഴോട്ടുനിന്ന് ഇങ്ങനെയാണ് ചെയിൻ ഉണ്ടാക്കുക, അല്ലേ? 1 2 3 4 5 6 7 8 കാർബൺ ആറ്റങ്ങൾ നീളം കൂടിയ ചെയിൻ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എണ്ണം കുറേ തെറ്റാവും, അല്ലേ? അപ്പോൾ ഏറ്റവും നീളം കൂടിയത് ഇങ്ങനെയാണ് വരുന്നത്, 8 കാർബണുള്ള ചെയിൻ, അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശാഖ. ഇനി രണ്ടാമത്തത് ബി ക്വസ്റ്റ്യൻ, ശാഖയുള്ള കാർബണിൻ്റെ നമ്പർ എത്ര? അല്ലെങ്കിൽ ശാഖയിലെ കാർബണിൻ്റെ എത്രയാണ്? ശാഖയിലെ കാർബണിൻ്റെ എണ്ണം 1 2, അല്ലേ? ശാഖയുള്ള കാർബണിന് ചോദ്യം ഇതാണ്, ശാഖയുള്ള കാർബണിൻ്റെ നമ്പർ, അതായത് എത്രാമത്തെയാണ് കാർബണിന്, അല്ലേ? ശാഖയുടെ സ്ഥാനസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അപ്പോൾ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക. ശാഖയുള്ള കാർബണിൻ്റെ നമ്പർ അല്ലേ, അതായത് ശാഖയുടെ സ്ഥാനസംഖ്യ എന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. 4 നാലാമത്തെ കാർബണിലാണ് ശാഖ വരുന്നത്. ഇനി ഇതിൻ്റെ IUPAC നാമം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇവിടുത്തെ ശാഖ CH3 CH2 എന്നാണ് ശാഖ അല്ലേ. ഈഥൈലാണ്, 2 കാർബണുള്ള ശാഖയുടെ പേര് ഈഥൈൽ എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ IUPAC നാമം എഴുതുമ്പോൾ ശാഖയുടെ സ്ഥാനസംഖ്യ 4 വരും. 4 അല്ലേ, 4 ശാഖയുടെ പേര് ഈഥൈൽ, 4 ഈഥൈൽ ഒക്ടെയിൻ. 8 കാർബണുള്ള കാർബൺ ചെയിൻ്റെ പേരാണ് ഒക്ടെയിൻ, ആൽക്കെയിൻ്റെ പേര് ഒക്ടെയിൻ. അപ്പോൾ 4 ഈഥൈൽ ഒക്ടെയിൻ. അപ്പോൾ ശാഖയുടെ പേര് മനസ്സിലാക്കുക, ഈഥൈൽ എന്നാണ് ശാഖയുടെ പേര്. ചോദ്യം 66. അറ്റോമിക നമ്പർ 24 ഉള്ള ക്രോമിയം ഒരു ഡി ബ്ലോക്ക് മൂലകമാണ്. അറ്റോമിക നമ്പർ 24 ഉള്ള ക്രോമിയം ഒരു ഡി ബ്ലോക്ക് മൂലകം ആണ് എങ്കിൽ ചോദ്യം എ, ഇതിൻ്റെ പൂർണ്ണമായ സബ്ഷെൽ വിന്യാസം എഴുതുക. അപ്പോൾ നമുക്കറിയാം ക്രോമിയം 24 1s2 2s2 2p6 3s2 3p6 3d5 4s1 അല്ലേ. 4s-ൽ 1 ഇലക്ട്രോണും 3d-ൽ 5 ഇലക്ട്രോണും ക്രോമിയത്തിനുണ്ട്. ഇനി ഈ വിന്യാസം കാണിക്കാനുള്ള കാരണം വിശദമാക്കുക അല്ലേ. കാരണം എന്താണ്? ഡി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ അല്ലെങ്കിൽ പകുതി നിറഞ്ഞിരിക്കുമ്പോൾ ആ മൂലകത്തിന് കൂടുതൽ സ്ഥിരത ഉണ്ട്. അപ്പോൾ ക്രോമിയത്തിന് കൂടുതൽ സ്ഥിരത ഉണ്ട് ഈ ഇലക്ട്രോൺ വിന്യാസത്താൽ. അപ്പോൾ 3d5 4s1 എന്നാണ് വരിക. ഇനി സി, ഈ മൂലകം ഏത് ഗ്രൂപ്പിലും പീരിയഡിലും ഉൾപ്പെടുന്നു? ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? അപ്പോൾ നോക്കുക, ഇവിടെ ഡി സബ്ഷെല്ലിൽ അല്ലേ അവസാന ഇലക്ട്രോണുകൾ 3p കഴിഞ്ഞാൽ 4s-ലേക്ക് പോകുന്നു, അവസാനമാണ് 3d. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ബ്ലോക്ക്. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കാണാൻ എന്താ ചെയ്യുക? അവസാന 2 സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 5+1 6 ഗ്രൂപ്പ്. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് അല്ലേ 5+1, അവസാനത്തെ 2 സബ്ഷെല്ലിലെ ഇലക്ട്രോൺ കൂട്ടി എഴുതുക 6, ഗ്രൂപ്പ് 6. ഇനി പീരീഡ് നമുക്കറിയാം ഏറ്റവും വലിയ താഴെയുള്ള നമ്പർ അല്ലേ ഷെൽ നമ്പറാണ് 4 അല്ലേ. 3d ഉണ്ട് 4s ഉണ്ട്, അപ്പോൾ 4 ഇവിടെ ഏറ്റവും വലിയ ഷെൽ നമ്പർ. പീരീഡ് 4ഉം ഗ്രൂപ്പ് 6ഉമാണ്. ചോദ്യം 67. NaClൻ്റെ ജലീയ ലായനി വൈദ്യുവിശ്ലേഷണം നടത്തുമ്പോൾ, സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനി വൈദ്യുവിശ്ലേഷണം നടത്തുമ്പോൾ ചോദ്യം എ, ആനോഡ് കാഥോഡ് ഇവയിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളേവ? ആനോഡിലിവിടെ ക്ലോറിൻ വാതകവും അതുപോലെ തന്നെ കാഥോഡിൽ ഹൈഡ്രജൻ വാതകവും ഉണ്ടാവും. ഇനി ആനോഡിലെ പ്രവർത്തന സമവാക്യം എഴുതുക. ആനോഡിൽ ഉണ്ടാകുന്നത് എന്താണ്? 2Cl മൈനസ് ഗീവ്സ് Cl2 + 2e മൈനസ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒന്നില്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ലായനി അല്ലെങ്കിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ് അല്ലേ. ഇനി ചോദ്യം സി, ഈ പ്രവർത്തനം വഴി ഉണ്ടാകുന്ന സംയുക്തം ഏത്? ഈ പ്രവർത്തനം വഴി ഉണ്ടാകുന്ന സംയുക്തമാണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. അതും മറക്കണ്ട, നല്ല ചോദ്യമാണ്. ചോദ്യം 68. FeCl3യിൽ Fe-യുടെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തി Fe അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. FeCl3യിൽ Fe-യുടെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുക, Fe അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ആദ്യം FeCl3യിൽ Fe അയോൺ ഏതാണെന്ന് മനസ്സിലാക്കുക അല്ലേ. FeCl3 എന്ന് പറയുമ്പോൾ അതിൽ നമുക്കറിയാം Fe3+ ആണ്. 2 മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് FeCl3 ഉണ്ട്, മറ്റൊന്ന് FeCl2 ഉണ്ട്. FeCl2 ആണെന്നുണ്ടെങ്കിൽ Fe2+ഉം FeCl3 ആണെങ്കിൽ Fe3+ഉം ആയിരിക്കും അയോൺ. അപ്പോൾ ഈ 3+ എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് 3+ അല്ലേ 3+ ചാർജ് കിട്ടുക. ഓക്കെ, അപ്പോൾ യഥാർത്ഥ അറ്റോമിക് നമ്പർ 26 Fe. അത് അവസാനത 3p6 3d6 4s2 എന്ന് വരും അവസാനം. ഇനി Fe3+ ആകുമ്പോൾ 3 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി അല്ലേ. അപ്പോൾ ഈ 3 ഇലക്ട്രോണിനെ അത് നഷ്ടപ്പെടുത്തുമ്പോൾ ഈ 4s-ൽ നിന്ന് 2 ആദ്യം ഏറ്റവും പുറമേ 4s ആണ്, അവിടുന്ന് 2 പോകും, 3d-ന്ന് 1 പോകും അല്ലേ. അങ്ങനെയാണ് 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. അപ്പോൾ എത്രയും ഉണ്ടാവുള്ളൂ അവസാനം 3d-ൽ 5, അതായത്
3+ൻ്റെത് Fe3+ൻ്റെ വിന്യാസം വരുന്നത് 1s2 2s2 2p6 3s2 3d5 എന്ന് വരും. ഓക്കെ, ഫോറസിൽ 2 നമ്മൾ ഒഴിവാക്കിയ ഫോറസ് വേണ്ട. പിന്നെ ഡിയിൽ നിന്ന്